ഇപ്പൊ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് പഠിക്കാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. പക്ഷെ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. എന്റെ ഈ ജോലി കിട്ടിയാൽ ഏറ്റവും കൂടുതൽ പങ്കുള്ള സഹായിക്കും മാത്രമാണ്. വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു കിട്ടിയ ജോലി കളഞ്ഞിട്ട് വേണോ അത് ചെയ്യാനെന്നുള്ളത്. പക്ഷെ സഹകാരിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പഠിച്ചാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഹകാരിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ ബാച്ചിലെ റിസൾട്ട്സ് ആണ്. ഒത്തിരി പേരുണ്ട്. ഇന്നിപ്പോൾ ഒരു കമ്പൈൻഡ് സ്റ്റോറിയാണ്. കമ്പൈൻഡ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പൈൻ സ്റ്റഡിക്ക് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ട് അക്ഷയ് സോളികളെ പറഞ്ഞ് നമുക്ക് ഒരു ഒറ്റ സ്റ്റോറി ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമല്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് കമ്പൈൻ സ്റ്റഡി? ഒരു 5-8 പേരുണ്ട്. ഇന്നിപ്പോൾ 2 പേര് മാത്രമേ ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. അക്ഷയ് ഇപ്പം എത്ര ബാങ്കിലുണ്ടോ? 5 ബാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എടവയും ഇടയ്ക്കോടുമാണ് അടുത്തുള്ളത്. എടവയിൽ 3 റാങ്ക് ഉണ്ട്, ഇടയ്ക്കോട് 5 റാങ്ക്. അപ്പോൾ അവിടെ 2 കിട്ടാനുള്ള സാധ്യത ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഓക്കെ, സോളി ഇപ്പൊ എത്ര റാങ്കിലുണ്ട്? എനിക്കിപ്പം 3 ബാങ്കില്. ഞാൻ തിരുവനന്തപുരം ജില്ല മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് എടവ 2nd റാങ്ക്, ഇടയ്ക്കോട് 4th റാങ്ക്, പിന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിൽ 7ാമത്തെ റാങ്ക്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് കൂട്ടുകാർ തന്നെയാണ് എല്ലായിടത്തും ഉള്ളതല്ലേ. അപ്പൊ ഒരുമിച്ച് ജോലി ചെയ്യാനുള്ളത് എല്ലാരും ഈ റാങ്ക് ലിസ്റ്റ് കിടക്കുന്ന ആദ്യം ഉള്ള ആൾക്കാരെല്ലാം നമ്മളെ ആൾക്കാർ തന്നെയാണ്. അപ്പോഴത്തേക്ക് അവര് നമുക്ക് പറ്റുന്ന, എനിക്ക് ആ സെക്രട്ടറി എംപ്ലോയീസ് മറ്റെടുത്തോ മറിച്ചെടുത്തോ ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് വളരെ രസകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ റാങ്ക് ലിസ്റ്റുകളുടെ. സോളി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സഹകാരി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പരിചയമാണ്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജേഷ് സാറിന്റെ ശിഷ്യ ആയിട്ട് ആദ്യമേ വന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളടുത്ത് എടുത്തു പറയാനുള്ള, എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആദ്യത്തെ ഒപ്പിടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കളയരുതെന്ന്, സമയം കൊല്ലരുതെന്ന്. എന്താണ് സോളിയുടെ അഭിപ്രായം? അത് തന്നെയാണ് എന്റെ അഭിപ്രായവും. എന്തുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായം സോളി എത്താൻ കാരണം? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്തിയത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലിസ്റ്റിൽ വരുമ്പോഴത്തേക്ക് പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇരുന്നു പോകും. അതെ അതെ, സ്വാഭാവികം എല്ലാ മനുഷ്യരും സംഭവിക്കുന്ന കാര്യമാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണത്. അത്തരത്തില് ഒരു 4 വർഷം അല്ലേ? 4 വർഷത്തോളം പോയി. 4 വർഷത്തോളം പോയ ഒരാളാണ്. എനിക്ക് ഒരു കേരള ബാങ്ക് എക്സാം പോയി. ആ JC പ്രതീക്ഷിച്ച് കേരള ബാങ്കിന്റെ എക്സാം പോലും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. നമ്മൾ എപ്പോഴും ഇൻസെക്യൂരിറ്റീസ് ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ സെക്യൂർ ആവാതിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിലുണ്ട്, ഇത് കിട്ടുന്ന ഒരു തോന്നുമ്പോൾ സെക്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ പഠിക്കില്ല, ഉറപ്പായും പഠിക്കില്ല. അപ്പൊ നമുക്കിപ്പോ കഴിഞ്ഞ JC എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 400 റാങ്ക് ആയിരുന്നു. തൊട്ടടുത്ത് വരെ വന്നു. നമുക്ക് കിട്ടുമെന്നുള്ള ഏകദേശം ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഡെലീഷൻ കറക്റ്റ് ആയിട്ട് വരാത്തതുകൊണ്ട് അന്നും നമുക്ക് അഡ്വൈസ് വരാതെ. അപ്പൊ അത് പ്രതീക്ഷിച്ച് എനിക്ക് ഇത്ര പറയാനുള്ളത്. സോളി, എപ്പോഴും സോളിയുടെ കാര്യം ക്ലാസ്സിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ വെബിനാറിലൊക്കെ പറയാം. സോളിയുടെ കാര്യം മാത്രമല്ല, ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ ആദ്യത്തെ ഒപ്പിടുന്നവരെ പഠനം കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് സോളി നേരെ ഓഫ്ലൈനിലോട്ട് തിരിച്ചു വന്നു. ഒറ്റ പോക്കായിരുന്നു അല്ലേ? അതെ, ഇവിടെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായി ഇത്രയും വർഷങ്ങൾ പോയല്ലോ. അവിടെ ഞാൻ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പം എന്നെക്കാളും പ്രായം കുറഞ്ഞ പിള്ളേരേ ഉള്ളൂ. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഇവിടെ നിന്ന് പോകണം എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഈ എക്സാം കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷെ നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് സമയം പോലും ഒട്ടും കിട്ടാറുണ്ട്. സോളി ഇപ്പൊ രണ്ടാമത് റീജോയിൻ ചെയ്തിട്ട് എനിക്ക് എത്ര മാസം? ഞാനൊരു 3-4 മാസം ആവുന്നു. അതിനിടയ്ക്ക് തന്നെ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് വന്നു എന്നുള്ളത് സോളിയുടെ ക്വാളിറ്റിയാണ്. അത് നമുക്ക് ഒരിക്കലും എടുത്ത് പറയാൻ നിർത്തിയില്ല. അതിനകത്ത് നിങ്ങളെ കമ്പൈൻ സ്റ്റഡി എത്ര സഹായിച്ചിട്ടുണ്ട്? കമ്പൈൻ സ്റ്റഡി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ പഴയ അതിലോട്ട് മടങ്ങി വരാൻ വേണ്ടി സഹായിച്ചത് തന്നെ കമ്പൈൻ സ്റ്റഡിയാണ്. എനിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ തീരെ സമയം കിട്ടാറില്ല. വീട്ടിൽ കുട്ടികള് കാര്യങ്ങളെല്ലാം. അപ്പൊ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, ഒരു എക്സാം, ഒരു PYQ എക്സാമും, അന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം, പഴയ പഠിപ്പിച്ച ഒരു കാര്യം, ഇനി പഠിപ്പിക്കാനുള്ള ഒരു കാര്യം. ഈ 3 കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതായത് നമ്മൾ അന്ന് പഠിപ്പിച്ചത് അന്നന്ന് വായിക്കുമ്പോൾ കുറച്ച് സമയം മതി നമുക്ക് പഠിക്കാൻ. പഴയ കാര്യം പഠിക്കാൻ അത്ര സമയം മതി. എൻ്റെ മറ്റേ കേരള ബാങ്ക് JCയുടെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു, സഹകാരിയുടെ തന്നെ. അപ്പൊ അത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു ടോപ്പിക്ക്, എന്നെ കൊണ്ട് പറ്റുന്ന ടോപ്പിക്ക് ഞാൻ പഠിക്കും. എന്നിട്ട് ഇവിടെ ക്ലാസ്സിന് വരും. കമ്പൈൻ സ്റ്റഡി ഒരു 6 മണി വരെ കമ്പൈൻ സ്റ്റഡി. ഇവരൊക്കെ ഒരുപാട് തവണ ഇരിക്കുന്നുണ്ട്. ഇവിടെ ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ ഫുൾ ടൈം പഠിക്കും. അതായത് ശനി, ഞായർ, തിങ്കൾ. ഈ ബാക്കിയുള്ള ദിവസം പഠിക്കാൻ പറ്റാത്തത് ഫുള്ളും ഞാൻ പഠിക്കുന്നത് ഈ ശനി, ഞായർ, തിങ്കൾ. നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇത് തന്നെ ഡ്രീം റൺ തന്നെയായിരുന്നു. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കുറെ ആൾക്കാർ ആദ്യ ബാച്ചുകളിലൊക്കെ വന്നിട്ട് പിന്നെ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ തിരിച്ചു വരുന്ന ആൾക്കാരിൽ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ വീണ്ടും പഴയതിന്റെ ആവർത്തനമായിട്ട് ഇങ്ങനെ നിൽക്കാതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ കുറച്ച് ആൾക്കാരെ പേര് ഞാൻ പറയുന്നില്ല, അതുപോലെ അതിൽ മാറി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സോളിയുടെ വ്യക്തിത്വമാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അന്നുണ്ടായിരുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ കൊച്ചു പിള്ളേരുടെ അടിച്ചു കയറി അല്ലെ, 20 വയസ്സുള്ള മേഖലയുടെയൊക്കെയാണ് നിങ്ങൾ. അതെ, അത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ പഠിച്ച് ജോലി വാങ്ങണം എന്നുള്ളൊരു ഇത്. അതുപോലെ നമ്മുടെ അക്ഷയുടെ സ്റ്റോറി ഇച്ചിരി ഡിഫറൻറ്റ് സ്റ്റോറിയാണ്.
ഇപ്പോൾ നിങ്ങളിന്ന് കാണുന്ന എല്ലാവരുടെയും സ്റ്റോറീസിൽ അവരുടേതായിട്ടുള്ള ജീവിതത്തിന്റെ എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ്. അക്ഷയ് സഹകാരിലേക്ക് വരാണ്ടായ സാഹചര്യം എന്താ? ഞാൻ ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്റെ സ്ഥലം എവിടെ പറയാതെ? സ്ഥലം കല്ലുവാതി, കൊല്ലം. CSE വഴി തന്നെ ഒരു സൊസൈറ്റിയിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഈ വേറെ നല്ലൊരു സൊസൈറ്റിയിൽ കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് അപ്പം എനിക്ക് ആദ്യത്തെ ഒരു പ്രിഫറൻസ് സഹകാരി തന്നെ ആയിരുന്നു. പണ്ടോട്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റി ഒരുപാട് നല്ലത് കേട്ടിട്ടുണ്ട്. ഇവിടെ വരണമെന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അങ്ങനെ അവിടുന്ന് ലീവ് എടുത്താൽ അത് അല്ല ലീവാണ് ചോദിച്ചത്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ആ മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി പഠിക്കാൻ വന്ന ആളാണ് അക്ഷയ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേരുടെ കാര്യങ്ങൾ നമ്മൾ ഈ കംഫർട്ട് സോൺ ബ്രേക്കിംഗ് ആയിട്ടുള്ള മൊമെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലി ഉപേക്ഷിച്ചപ്പോഴത്തേക്ക് നിനക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? സാറേ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു കിട്ടിയ ജോലി കളഞ്ഞിട്ട് വേണോ അത് ചെയ്യാനെന്നുള്ളത്. പക്ഷെ സഹകാരിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പഠിച്ചാൽ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ CSEB വേറെ ഏത് റിക്രൂട്ട്മെന്റ് ഏജൻസിയെ പോലെ അല്ല, ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് വിശ്വാസം. നമ്മള് അവിടെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 4 മാസത്തിനുള്ളിൽ തടഞ്ഞ അടുത്ത എക്സാമിൽ തന്നെ നമുക്ക് തൊട്ടടുത്ത എക്സാമിൽ തന്നെ നമുക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെച്ചപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും ഒന്ന് ഉറപ്പ്. പഠിക്കുകയാണെന്ന് പണി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 1.5 മാസത്തിനുള്ള അഡ്വൈസ് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ടേം അപ്പോഴത്തെ എന്നും പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ വിചാരിച്ചാലായിരുന്നു. പെട്ടെന്ന് കിട്ടും. അത് എന്നിങ്ങനെ ആ പേസിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളാം. അപ്പോൾ അതിൽ 2 എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ എൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നത്. ഒന്ന് സോളിയും അതുപോലെ 2 അക്ഷയും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത അഡ്വൈസ് ഉടനെ തന്നെ വരും. അപ്പോൾ നിനക്ക് നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നിന്നെ ഹെൽപ്പ് ചെയ്ത എലമെന്റ് എന്തായിരുന്നു? സോളി ചേച്ചി പറഞ്ഞ കണക്ക് കമ്പൈൻ സ്റ്റഡിയുടെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഒരു 5-8 പേരുണ്ടായിരുന്നു. അവര് ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ ഇരുന്ന ഒരു PYQ, പിന്നെ അടുത്ത പിറ്റേന്ന് ദിവസത്തിലുള്ള ഒരു ഫ്ലെക്സ് എക്സാം, അതിന് വേണ്ടിയിട്ടുള്ള പോർഷൻ തീർത്തിട്ടാണ് പോകുന്നത്. ചിലപ്പം രണ്ട് PYQ വരാം. അങ്ങനെ ഒരു വേറൊരാൾ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നമ്മളെ മൈൻഡിൽ നിൽക്കും. അത് നല്ലോണം ഹെൽപ്പ് ചെയ്തു. അപ്പൊ നീ ഇവിടെ നിൽക്കുകയല്ലായിരുന്നു, പോയി വരായിരുന്നു. അപ്പൊ ട്രെയിനിന്റെ സമയം എത്ര മണിക്കായിരുന്നു? ട്രെയിൻ ഒരു 6:30 മലബാറിലാണ് ഞാൻ സാധാരണ. അപ്പൊ 6 മണി വരെ, അത് 3:30 ക്ലാസ് കഴിഞ്ഞാൽ 3:30 അല്ല, അപ്പൊ നമ്മുടെ റിവ്യൂ കൊണ്ട് 4 മണി വരെ പോകും. അപ്പൊ അവസാനത്തെ 2 മണിക്കൂർ അവർ എക്സ്ട്രാ പുഷ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ കുട്ടികളുടെ വിജയത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും. സോളിയുടെ ആ ഒരു ലൈഫിന്റെ ഒരു പോക്കിൽ എന്തായിരുന്നു ശരിക്കും സഹകാരിയുടെ പങ്ക്? അതൊന്ന് പറയാമോ സോളി? എന്റെ ഈ ജോലി കിട്ടിയാൽ ഏറ്റവും കൂടുതൽ പങ്കുള്ള സഹകാരിക്ക് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇറങ്ങുമ്പോൾ എനിക്കൊരു ജോലി വേണം എന്നൊരാഗ്രഹമൊന്നും മനസ്സിനുള്ളിലില്ല. പണ്ട് 2020 അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. എല്ലാവരും PSC പഠിക്കാൻ പോകണു, എന്തെങ്കിലും പഠിക്കാൻ പോകണു, ഞാനും പോകണു എന്നുള്ള രീതിയിൽ. എനിക്ക് ഇവിടെ വന്ന് രാജേഷ് സാറിന്റെ ക്ലാസ് ഇരുന്ന് സാറിന്റെ ഇതൊക്കെ കേട്ടാണ് എനിക്കൊരു ജോലി വേണം എന്നൊരു തോന്നൽ വന്നത്. ആ തോന്നൽ വന്ന് പഠിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്ക് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങാതെ തന്നെ 1 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്ക് അലാറം വെക്കും പഠിക്കാൻ. 4 മണി ആവണ്ട, 3:30 ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീക്കും. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ബുക്ക് വരെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര ഉറക്കം, അത് നമ്മളിപ്പോൾ ഉറക്കമൊഴിച്ച് മൊബൈൽ ഇങ്ങനെ തപ്പൂല്, അതുപോലെയാണ് ഞാൻ ഉറക്കമൊഴിച്ച് കണ്ണു തുറന്നുകൊണ്ടേ തക്കും. റാങ്ക് ഫയൽ ഉണ്ടോ, എൻ്റെ നോട്ട്ബുക്ക് ഉണ്ടോ, എൻ്റെ ലോയർ ഇതുണ്ടോ എന്ന് തപ്പിയാണ് ഞാൻ പഠിക്കുന്നത്. അത്ര കഷ്ടപ്പെട്ട് അന്ന് പഠിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ പെട്ടെന്ന്, അതെ, എനിക്ക് കുറച്ച് സബ്ജക്റ്റ് നോൺ സബ്ജക്റ്റിന്റെ മാത്രമേ പാടുള്ളായിരുന്നു. ബാക്കിയെല്ലാം പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈസി ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ എല്ലാവരും പറയണ കേട്ടിട്ടുണ്ടോ ലോ ഭയങ്കര ലോ പാടുള്ള ഒരു ഓഫ്ലൈനിൽ വന്ന് തന്നെ പഠിക്കുക. ഒരു സാറിൻ്റെ ക്ലാസ്സിരുന്ന് ക്ലാസ്സിരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണത് മാത്രമല്ല നമുക്ക് കിട്ടണം, നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കിട്ടും, ഇനി പഠിക്കാനുള്ളത് കിട്ടും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗം ചെയ്യും. അല്ലാതെ ഒരു 6 മാസത്തെ കോഴ്സിന് 3 മാസം കൊണ്ട് നമുക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മെച്ചമാണ്. അതായത് പഠിച്ച് പോർഷൻ ഏതാണ്ട് പകുതിയായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുത്തെ PYQ, ഫ്രഷ് എക്സാം, എനിക്ക് തോന്നുന്നു മോഡൽ എക്സാം ഒന്നും നമ്മൾ അതിനകത്ത് ഒരു 1-2 ഒക്കെ എഴുതാൻ കാണിക്കുന്ന താല്പര്യം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഈ 30 ദിവസത്തെ എക്സാം ഒന്നും ആരും എഴുതിയിട്ടുണ്ടാവില്ല. ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ഈ 30 എഴുതാറുണ്ട്. പിന്നെ 30 days ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു ആപ്പിനകത്ത് നമുക്ക് പോർഷൻ ഫുള്ള് കവർ ചെയ്ത എക്സാംസ് ഉണ്ട്. അതൊക്കെ ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ എക്സാംസ് ഒക്കെ 40 പേര് 50 പേരൊക്കെ എഴുതി. പിന്നെ അങ്ങോട്ട് കഴിയുന്തോറും ഒരാൾ 2. പക്ഷെ ഞാൻ എല്ലാ എക്സാംസും എഴുതിയിട്ടുണ്ട്. എല്ലാ മാരത്തോൺ ലൈവുകളും കണ്ടിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഡൗൺ ആവണമെന്ന് സ്വയം തോന്നുമ്പം ഞാൻ സാറിൻ്റെ വെബിനാർ കാണും. അതിന് ഏത് ക്ലാസ് ആയാലും ശരി തന്നെ. ഞാൻ ഹസ്ബൻഡ് ചോദിക്കുകയും ചെയ്തു, ഇന്നലെ അല്ലേ ഇത് കണ്ടത്? ഞാൻ പറയും ഇത് വേറെ വെബിനാറാണ്, എനിക്കത് കണ്ടാലേ എനിക്കൊരു പഠിക്കാൻ
ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ വെബിനാർ കണ്ടിട്ടുള്ള ഞാനാണ്. അതായത് ഒരു ബാച്ചിന്റെ തന്നെ CSEB തന്നെ ഏറ്റവും കൂടുതലാണ് ഞാൻ കാണുന്നത്. അതായത് ഞാനൊന്ന് ഡൗൺ ആയെന്ന് എനിക്ക് സ്വയമേ തോന്നുമ്പം ഇത് കാണും. എനിക്ക് എടുക്കണം സക്സസ് സ്റ്റോറി, എനിക്ക് പഠിക്കണം എന്നൊരു തോന്നല്. ഇപ്പം എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് പഠിക്കാൻ പറ്റൂല എന്നൊരു തോന്നല്. പക്ഷേ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. ഞാൻ ആകെ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ശനി ഞായർ തിങ്കൾ ഈ 3 ദിവസം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ബാക്കിയുള്ള 4 ദിവസത്തതും കൂടെ ചേർത്ത് ഞാൻ ഈ 3 ദിവസം പഠിച്ചിട്ടുണ്ട്. PYQ നമ്മൾ കുറേ നോക്കി വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ കുറേ നമ്മൾ നോക്കി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ക്വസ്റ്റ്യനൊക്കെ ഏതാണ്ട് 1/2 മണിക്കൂർ കൊണ്ട് നോക്കി തീരാൻ പറ്റും. ഇവർ പറയുന്ന കണക്ക് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും. അത് പ്രാക്ടീസിനുള്ള പ്രാധാന്യമാണ് ഇപ്പോൾ സോളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾക്ക് തരുന്ന ചലഞ്ചുകളൊക്കെ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന 30 ഡേയ്സിൽ വരുന്ന റിവേഴ്സ് റിവിഷൻ ചലഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡെയിലി എക്സാമിനേഷനും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിക്കുന്ന ചലഞ്ചാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരേ കൺസിസ്റ്റൻസി പോവുക. അപ്പൊ ആദ്യം 50 പേര് എഴുതും, പിന്നെ 10, 20 അല്ലേ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കയറി വരുന്നുണ്ടുള്ള കൃത്യമായിട്ടുള്ള എക്സാമ്പിളാണ് സോളി ആവട്ടെ, ഇവരെല്ലാവരും. അപ്പോൾ അതേപോലെ നമ്മളോട് ഇരുന്ന ആൾക്കാരെല്ലാരും കട്ട് ഓഫിന് അടുത്ത് തന്നെ ഉള്ളവരാണ്. അടുത്ത ലിസ്റ്റുകളിൽ തന്നെ അവരെല്ലാരും വരേണ്ട ആൾക്കാരാണ്. അപ്പൊ ആ ഒരു കൂട്ടായ്മയുള്ള എല്ലാവരും കയറി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലൈഫിൽ സെറ്റിൽ ഡൗൺ ആകാൻ വേണ്ടിയിട്ടുള്ള ആ സാലറി കിട്ടുന്ന തരത്തിലുള്ള ജോബ് തന്നെയാണ് CSEBയുടെ ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും. കാരണം നമുക്ക് വലിയൊരു സേവിങ്സ് പാർട്ട് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാം ചെയ്തു വരണം. അതുപോലെ ബാങ്കിന്റെ ജോലിയിലുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ നമ്മളെ ലേഡീസ് ട്രാൻസ്ഫറബിലിറ്റി അല്ലേ, ദൂരെ പോകേണ്ട ആവശ്യമില്ല. CSEB ജോലി മേടിച്ചാൽ പിന്നെ നമ്മൾ ആ പഞ്ചായത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറി മാറി ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, ഇതുപോലുള്ള എക്സ്പീരിയൻസുകളിലേക്ക് വരിക. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേർക്കും ട്രിവാൻഡ്രത്തേക്ക് വരാവുന്നതാണ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും സഹകരണ മേഖലയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാ ഫെസിലിറ്റിയും ഉടനെ നമ്മളൊരു ഓഫ്ലൈൻ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിന്റെ പ്ലാനും വരുന്നുണ്ട്. അത് നമുക്കൊരു ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന റെസിഡൻസ് പ്രോഗ്രാമും കൂടെ ഉടൻ തന്നെ വരും. സഹകരണ മേഖലയിലെ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഈ ഏരിയയിലൊക്കെ ഉള്ള റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ പിള്ളേർ മാത്രമേ ഇവിടെ ഇവരെ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ള ബാങ്കിൽ കയറാനും പറ്റും. അപ്പൊ ചേച്ചി അവിടെ പോകും, ഞാൻ ഇവിടെ പോകുന്നുണ്ട്, അങ്ങനെ മാറി ഇടയിൽ ചർച്ചകളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ആയി വരും എല്ലാവരും. നന്നായിട്ട് പഠിക്കുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ തരികയാണ്. താങ്ക് യു.